ഹീമാണ്. മനസ്സിലായോ? ഈ കാണുന്നത് ഹീമാണ്. ഈ പുറത്ത് ഇത് രക്തകോശമാണ്. ഇത് പുറത്ത് കാണുന്നത് എന്താണ്? ഓക്സിജൻ മോളിക്യൂളാണ്. ഈ ഹീമും അതേപോലെ തന്നെ ഈ ഓക്സിജൻ മോളിക്യൂളാണ് കമ്പൈൻ ചെയ്തിട്ടാണ് അവർ ഈ ഹീമാണ് എന്ത് ചെയ്യുന്നത്? ശരീരത്തിലേക്ക് ഓക്സിജൻ എത്തിക്കുന്ന ധർമ്മം ഏറ്റെടുക്കുന്നത്. ഹീം എന്ന് പറഞ്ഞ ഈ ഇരുമ്പ് അംശമുള്ള കണ്ടന്റാണ് എന്ത് ചെയ്യുന്നത്? ശരീരത്തിലേക്ക് പുറത്തുള്ള ഓക്സിജൻ എങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്നത്, ആഗിരണം ചെയ്തിട്ട് നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും എന്ത് ചെയ്യുന്നത്? കൃത്യമായ അളവിൽ ഓക്സിജനും ന്യൂട്രിയൻസും എത്തിക്കുന്നത്. ഇനി നിങ്ങൾ കണ്ടിട്ട് ഇതൊരു കോശമാണ്. ഈ വെള്ള ഇതിൽ കാണുന്ന എന്താണ്? ഓക്സിജൻ ആണ്. ഈ കാണുന്നത് ഹീമോഗ്ലോബിനാണ്. ഈ ഹീമോഗ്ലോബിനാണ് അവിടെയാണ് എന്ത്? അയൺ ഈസ് ദ സൈറ്റ് ഓഫ് ഓക്സിജൻ ബൈൻഡിങ് എന്ന് വെച്ചാൽ നമ്മുടെ ചുവന്ന രക്താണുവിലുള്ള ഹീമോഗ്ലോബിനായ ഹീം എന്ന കണ്ടന്റ്, അയൺ കണ്ടന്റ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ ഓക്സിജനെ വലിച്ചെടുത്തിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് എല്ലാ സ്ഥലത്തേക്കും എത്തിക്കുന്നത്. ഇനി ഇവിടെ എങ്ങനെയാണ് മാഗ്നറ്റ് എഫക്ട് ചെയ്യുന്നത്? ഒന്നുമില്ല. മാഗ്നറ്റും ഇരുമ്പും അട്രാക്ട് ചെയ്യൂലേ? മാഗ്നറ്റ് നമ്മുടെ കയ്യിൽ, നമ്മളിപ്പോ റിസ്റ്റ് പാഡിൽ മാഗ്നറ്റ് ഉണ്ട്. നമ്മൾ കിടക്കുന്ന മാട്രസ് പാഡിൽ എന്തുണ്ട്? മാഗ്നറ്റ് ഉണ്ട്. ഈ മാഗ്നറ്റ് എന്ത് ചെയ്യും? ഈ ഹീമോഗ്ലോബിനുള്ള ഹീമിന്റെ അയൺ ബൈൻഡിങ് കപ്പാസിറ്റി 1000 ടൈമായി വർദ്ധിപ്പിക്കും. ഇതാണ് ഇതിന്റെ സയൻസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഓക്സിജനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഹീമോഗ്ലോബിന്റെ പ്രധാന കണ്ടന്റായ ഹീമിനെ 1000 ടൈം ബൂസ്റ്റ് ചെയ്യിപ്പിക്കും. എന്ന് വെച്ചാൽ ഒന്നുമില്ല, ചേച്ചിക്ക് ഞാനൊരു ജോലി തന്നു. ഈ ജോലിക്ക് ചേച്ചി ഉദ്ദേശിച്ച ശമ്പളം എന്ന് പറയുന്നത് ഒരു 10,000 രൂപ. ചേച്ചാ, എനിക്ക് 10,000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഈ ജോലി നല്ലോണം ചെയ്യൂന്നൊക്കെ പറയും. ഞാൻ ചേച്ചീൻ്റെ അടുത്ത് ചെന്നിട്ട്, ചേച്ചി ഇതാ 1,00,000 രൂപയുണ്ട്, ചേച്ചി ഒന്ന് കംപ്ലീറ്റ് ആയി ചെയ്യണം എന്നാൽ ചേച്ചി 10 ഇരട്ടി വർക്ക് ചെയ്യുമോ അല്ലെ വർക്ക് ചെയ്യാണ്ടിരിക്കുമോ? അല്ലേ? 10 ഇരട്ടി വർക്ക് ചെയ്യില്ലേ? അതേ സംഭവമാണ്. എന്തായാലും എന്ത് ചെയ്യും? ഈ ഹീമോഗ്ലോബിൻ ഓക്സിജൻ മെല്ലെ വലിച്ചെടുത്ത് മെല്ലെ കൊണ്ടുപോകും. അവിടത്തേക്ക് ഒരു ബൂസ്റ്റായിട്ട് ഞാൻ 10,000 വിചാരിച്ചെടുത്ത് 1,00,000 തന്നതുപോലെ എന്ത് ചെയ്യും? ഈ ഹീമോഗ്ലോബിന്റെ ഹീമിന് എന്ത് ചെയ്യും? ഞാൻ പുറത്തുനിന്ന് ഒരു എനർജി അങ്ങോട്ട് കൊടുക്കും. അതാണ് നമ്മുടെ നിയോഡൈമിയം ചെയ്യുന്നത്. ഇത്രയും സിമ്പിൾ ആൾക്കാണ്. ഇത്രയും പറഞ്ഞു വന്നത് ഈ ഒരു പോയിന്റിലേക്ക് എത്തിക്കാനാണ്. മനസ്സിലായോ? നാളെ ഒരാൾ ചോദിച്ചാൽ ചേച്ചി എഴുന്നേറ്റ് പറയണം, അല്ലെങ്കിൽ ഒരാള് നമ്മൾ 1-to-1 പ്രൊഡക്റ്റ് ഡെമോ ചെയ്യുമ്പോൾ പറയണം, ഒന്നുമില്ല ചേട്ടാ, ചേട്ടന്റെ ശരീരത്തിൽ ചുവന്ന രക്തകോശങ്ങളുണ്ട്. ഈ രക്തകോശങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഓക്സിജനും ന്യൂട്രിയൻസും കടന്നു പോകുന്നത്. ഈ രക്തകോശത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കണ്ടന്റാണ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. ഇതൊന്നും പഠിക്കാൻ വലിയ സയൻസ് ഒന്നും പറയണ്ട. ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് ഈ ഹീമോഗ്ലോബിന്റെ പ്രധാനപ്പെട്ട ഒരു കണ്ടന്റാണ്. ഹീമോഗ്ലോബിൻ തന്നെ 2 പാർട്ടാണ്, ഹീമും ഉണ്ട് ഗ്ലോബിനും ഉണ്ട്. ഈ ഹീം എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, ഇരുമ്പാണ്. ഇപ്പൊ മാഗ്നറ്റും ഇരുമ്പും തമ്മിൽ എന്തുണ്ടാവും? ഒരു കാന്തിക ബലം ഉണ്ടാവും. ഈ കാന്തിക ബലത്തിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും? ഈ ഹീം എന്ത് ചെയ്യും? കൂടുതലായിട്ട് എന്ത് ചെയ്യും? ഓക്സിജനെ വലിച്ചെടുക്കും. ഓക്സിജനെ വലിച്ചെടുക്കുന്ന വഴി എന്തുണ്ടാക്കും? നമ്മുടെ ശരീരത്തിൽ കൃത്യമായ അളവിൽ ഓക്സിജൻ എത്തും. ഇതുവഴി സർക്കുലേഷൻ എന്ത് ചെയ്യും? മെയിൻറ്റെയിൻ ചെയ്യപ്പെടും. നമ്മുടെ ശരീരത്തിൽ മയോകാർഡിയൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന സാധനമുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഓക്സിജൻ കിട്ടാത്ത അവസ്ഥ. ഇപ്പൊ ഈ അറ്റാക്കുള്ള ആൾക്കാർക്കൊക്കെ, ബ്ലോക്ക് ഉള്ള ആൾക്കാർക്കൊക്കെ എന്ത് ചെയ്യും? നമ്മൾ കയറ്റം കയറുന്ന സമയത്ത് കിതപ്പുണ്ടാവില്ലേ? തീരെ വ്യായാമം ചെയ്യാത്ത ആൾക്കാർക്കൊക്കെ എന്ത് ചെയ്യും? ഈ വ്യായാമം ചെയ്യുന്നത് എന്തിനാ? രക്തമൊക്കെ കൂടാനൊക്കെ അല്ലേ? ഈ വ്യായാമം ചെയ്യാത്തവർക്ക്, ഡെയിലി നടക്കാത്തവരോട് ഞാനൊരു 5 കിലോമീറ്റർ നടക്കുമോ? ഇല്ലല്ലേ? എപ്പോ ലിഫ്റ്റ് യൂസ് ചെയ്യുന്നവരോട് ഈ 2 നില കയറി വരുമ്പോൾ ഇങ്ങനെ അടയ്ക്കുന്നില്ലേ? എന്തുകൊണ്ടാണെന്നറിയോ? അവിടെ സർക്കുലേഷൻ പ്രോപ്പർ അല്ലാത്തത് കൊണ്ടാണ്. ആ മയോകാർഡിയൽ ഓക്സിജൻ ഡിമാൻഡ് ഇതാണ്. ഞാനൊരു എനർജി എടുക്കുന്ന സമയത്ത്, ഞാനിങ്ങനെ സ്റ്റെപ്പ് കയറുന്ന സമയത്തോ, ഞാനിങ്ങനെ നടക്കുന്ന സമയത്തോ, ഓടുന്ന സമയത്തോ എൻ്റെ മസിൽ കൂടുതലായിട്ട് ആക്റ്റീവ് ചെയ്യും. ഞാൻ കൂടുതലായിട്ട് പ്രവർത്തിക്കും. ഈ കൂടുതലായിട്ട് ആക്റ്റീവ് ചെയ്യുന്ന സമയത്ത്, കൂടുതലായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് എനിക്ക് എന്ത് വേണം?
നമ്മൾ നല്ലോണം ജോലി എടുക്കണം. നമുക്ക് എന്ത് വേണം? ശമ്പളം വേണ്ടേ? ക്യാഷ്